നടപ്പ് തന്നെ ഒരു പ്രഘോഷണമാണ്. ആരാണിത് പറഞ്ഞത്? കേൾക്കാം ആ കഥ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈ പ്രപഞ്ചത്തിലെ മലനിരകളോടും പുഷ്പങ്ങളോടും സസ്യലതാദികളോടും മൃഗങ്ങളോടും മനുഷ്യരോടും എല്ലാം വചനം പ്രസംഗിച്ച് നടന്ന വ്യക്തിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ അസീസിയിലൂടെ നടന്നു പോകുമ്പോൾ, നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ അദ്ദേഹം നടന്നു പോവുകയാണ്. കൂടെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് വളരെയധികം അത്ഭുതമായി. എന്തുകൊണ്ടാണ് ഇന്ന് ഫ്രാൻസിസ് വചനം പ്രസംഗിക്കാതെ മൗനമായി നടന്നു നീങ്ങിയത്? വൈകുന്നേരം ആശ്രമത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന സഹോദരന്മാരും ബ്രദർ ലേയുമൊക്കെ ഫ്രാൻസിസിനോട് ചോദിച്ചു, ഫ്രാൻസിസ്, അങ്ങ് എന്തുകൊണ്ടാണ് ഇന്നത്തെ യാത്രയിൽ വചനം പ്രസംഗിക്കാതിരുന്നത്? അപ്പോൾ അസീസി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഇന്നത്തെ യാത്ര തന്നെ ഒരു വചന പ്രഘോഷണമായിരുന്നു. ഇന്നത്തെ ഒരു മൗനം തന്നെ ഒരു വചന പ്രഘോഷണമായിരുന്നു. ജീവിതം കൊണ്ട് പ്രസംഗിക്കുന്നത് നാവ് കൊണ്ട് പ്രസംഗിക്കുന്നതിനേക്കാൾ ഏറെ ശക്തമാണ്. എന്താണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്? പലപ്പോഴും ഒരുപാട് തിരക്കുകൾ വന്ന് വചന പ്രഘോഷണ മേഖലയിലാകട്ടെ, ഏത് ജോലിയുടെ മേഖലയിലാകട്ടെ, നമ്മൾ തിരക്കിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു. പക്ഷേ ആരെയും ഒന്നും സ്പർശിക്കുന്നില്ല, ആരെയും ഒന്നും തൊടുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞ വാക്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ചിലപ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ മൗനം കൊണ്ട് മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തുവാൻ സാധിക്കും. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം വൈദികനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ചില പാപമേഖലയിൽ വ്യാപരിച്ചിരുന്ന ചില പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ജീവിച്ചിരുന്നു. ജോർജ് ബെർഗോളിയോ മാരിയോ കർദിനാള എന്ന വിവരം കേട്ട് കഴിഞ്ഞപ്പോൾ, ബിഷപ്പായ എന്നൊക്കെ വിവരം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് കർദിനാളായിരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, അതിനെന്താ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. അവർ അവിടേക്ക് ചെന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായിരിക്കുമ്പോൾ അദ്ദേഹവുമായുള്ള ബന്ധങ്ങൾ, ഇടപെടലുകൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും അതിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു. ചോദ്യം ഇതാണ്, എൻ്റെ സാന്നിധ്യം, എൻ്റെ നോട്ടം, എൻ്റെ സ്പർശനം, എൻ്റെ പ്രസൻസ് എത്ര വ്യക്തികളെയാണ് ദൈവത്തിലേക്ക് നയിച്ചിട്ടുള്ളത്? ആഴത്തിലേക്ക് ആത്മശോധന ചെയ്തു കഴിയുമ്പോൾ എൻ്റെ വചന പ്രഘോഷണത്തിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ സാന്നിധ്യത്തിലൂടെ എത്ര വ്യക്തികളാണ് സ്വർഗത്തിൽ ചെന്നിട്ടുള്ളത്? എത്ര വ്യക്തികളാണ് ഈശോയെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ളത്? എത്ര വ്യക്തികളെയാണ് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്? നമുക്ക് ചിന്തിക്കാം. ഒരല്പം തിരക്കുകളിൽ നിന്നും ഒന്നൊഴിഞ്ഞു മാറി ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ, ചില മൗനങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടി ദൈവവുമായി ആഴമായ ബന്ധത്തിലേക്ക് വരുവാൻ, ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വ്യാപരിക്കുവാൻ ഒക്കെ സാധിക്കുമ്പോൾ നമ്മളുടെ സാന്നിധ്യം തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമായിട്ട് മാറും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളെ എതിർക്കുന്നവരുണ്ടായിരിക്കാം. അവരെ വാക്കുകൾ കൊണ്ടല്ല നേരിടേണ്ടത്, മറിച്ച് കനമുള്ള പ്രാർത്ഥനയുടെ പിൻബലമുള്ള മൗനം കൊണ്ടും സ്നേഹം നിറഞ്ഞ സാന്നിധ്യം കൊണ്ടുമാണ്. അതിനുവേണ്ടി ഇനിയുള്ള നാളുകളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം നമുക്ക് പ്രേരണയായി മാറട്ടെ.